വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു ഇൻട്രോ എടുക്കുന്നത്. ആൻഡ് 10th എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബിസിയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ മിറാക്കിൾ ഗാർഡൻ അല്ലേ, മിറാക്കിൾ ഗാർഡനിൽ വന്നിട്ടുള്ളത്. ഫ്രീ എൻട്രി മാർച്ച് എത്രയോ തൊട്ട് 22 വരെ കണ്ടും 31st അതിനെന്തോ ഫ്രീ എൻട്രി മാത്രം. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വന്ന് 10 minutes കഴിയുമ്പോഴത്തേനും ഫ്രീ എൻട്രി കഴിഞ്ഞ് നമ്മൾ പേ ചെയ്തിട്ടാണ് കയറിയത്. ബട്ട് അടിപൊളിയാണ്. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. ആൻഡ് ദ ക്ലൈമറ്റ് ഇസ് സോ നൈസ്. ലൈക്ക് നല്ല തണുത്ത കാറ്റ്, അടിപൊളിയാണ്. സോ ലെറ്റ്സ് ദ വീഡിയോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അന്ന് പോയപ്പോൾ അത്ര വരെ ഫ്രീ എൻട്രി ആയിരുന്നു മിറാക്കിൾ ഗാർഡനിൽ. അപ്പോൾ നമ്മളന്ന് പോയി പെട്ടെന്ന് കുറേ ലേബറേഴ്സ്, ഫാമിലിക്ക് വേറൊരു ലൈനും അതേപോലെ തന്നെ ലേബറേഴ്സിന് വേറൊരു ലൈനുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്കൂടെ നമ്മൾ കയറിപ്പോകുമ്പോൾ അവർ ലേബറേഴ്സ് പെട്ടെന്ന് അടിച്ചു കയറി ഫാമിലിയുടെ സൈഡിലേക്ക് വന്നിട്ട് അവർ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഭയങ്കര റഷ് കാണിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റിയൊക്കെ ഒച്ചപ്പാടാക്കിയിട്ട് പറഞ്ഞ് ലാസ്റ്റ് തീർന്നു. ആർക്കും ഇനി ഫ്രീ എൻട്രി ഇല്ല, നിങ്ങൾ ക്യാഷ് പേ ചെയ്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ അത്രയും ദൂരം പോയി കാണാതെ വരുന്നത് മോശമല്ലേ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ടാണ് കയറിയത്. അതായിരുന്നു സംഭവം. പക്ഷെ ടിക്കറ്റ് കൊടുത്ത് കയറിയതിൽ വലിയ സങ്കടമൊന്നുമില്ല, കാരണം അവിടെ അത്രയും കാണാനുണ്ട്. നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 3 lakh സംതിങ് എത്രയോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് അവിടെ ഉണ്ട്. അത് വെച്ചിട്ടാണ് അവിടെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കാണാതിരിക്കുന്നത് നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. ദുബായിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഫസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഇനി വരുന്നവരാണെങ്കിലും അതെ. അപ്പോൾ ശരിക്കും അടിപൊളിയാണ്. മിറാക്കിൾ ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ കുറേ സ്റ്റാളും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ എന്തൊക്കെയായിരുന്നു, ഫുഡ് സ്റ്റാൾ ഉണ്ടായിരുന്നു, പിന്നെ ഫോട്ടോ ബൂത്ത് കണക്കത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കളിക്കേണ്ട സ്ഥലം ഉണ്ടാവുമല്ലോ, കളിക്കേണ്ടതല്ല, നമ്മളിപ്പോൾ ടെഡി ബിയറൊക്കെ നമ്മളെന്തോ ഗെയിം ബലൂണൊക്കെ പൊട്ടിച്ചിട്ട് ടെഡി ബിയറൊക്കെ കിട്ടുന്ന സംഭവം അതായിരുന്നു. അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. കുറേ സ്റ്റാളും കുറേ അങ്ങനത്തെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ ഫ്ലവേഴ്സ്, നല്ല ഡിഫറെൻറ്റ് കളർ. ആൻഡ് ആ കാണുന്ന മഞ്ഞ സൺഫ്ലവർ ആണെന്ന് തോന്നുന്നു, സൺഫ്ലവർ തന്നെയാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറേ ആ ഫ്ലവർ, എനിക്ക് സൺഫ്ലവർ പൊതുവേ നല്ല ഇഷ്ടമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ പർപ്പിൾ കളർ ഫ്ലവർ ആയാലും എല്ലാം നല്ല അടിപൊളി. പിന്നെ ഇവിടെ ഇപ്പം ഞാൻ നോക്കി നിൽക്കുന്നത്, അവിടെ ഈ ഒരു ഹേർട്ട് ഷേപ്പ് ഈ ഒരു സ്ഥലത്ത് കുറേ പേര് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളും അവിടെ പോയി കുറേ സമയം വെയിറ്റ് ചെയ്തു. പക്ഷേ നമുക്കങ്ങനെ ആൾത്തിരക്കില്ലാതെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഇങ്ങനെ ഓരോരാൾ പോയി എടുത്ത് കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് പോയി എടുക്കുന്നത്. ആ തിരക്ക് അങ്ങനെ കുറയുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ കുറേ സമയം വെയിറ്റാക്കി. പിന്നെ എനിക്ക് കുറച്ച് സമയം കിട്ടി, ബാക്കിലോട്ട് കുറേ ആൾ ഉള്ള സമയം. എന്നാലും ഫുള്ളാളൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു. ഇവിടെയാണ് പിന്നെ നമ്മളെ എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ള സ്ഥലം. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ടൈം എന്താ, മഴ പെയ്യുമെന്ന് വെച്ചാൽ പെയ്യാൻ നിൽക്കുന്നു, എന്നാൽ വെയിലുണ്ടോയെന്ന് വെച്ചാൽ വെയിലും ഉണ്ട്. അങ്ങനെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കയറി വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പോയി. ഇത് നടന്നാലും തീരാത്ത, നടന്നാലും നമ്മൾ കണ്ടിട്ട് തീരൂല, അങ്ങനെ കുറേ കാണാനുണ്ട് ഈ മിറാക്കിൾ ഗാർഡനിൽ. സംഭവം അടിപൊളിയാണ്.
പക്ഷെ കുറേ നടക്കാനുണ്ട്. നമ്മളും ഫുൾ പാർട്ടൊന്നും കംപ്ലീറ്റ് ചെയ്ത് നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ അതിൻ്റെ മെയിൻ ഈ പ്ലെയിനിൻ്റെ അടുത്ത് പോയി, അതേപോലെ അങ്ങനെ കുറച്ച് മെയിൻ സ്ഥലത്ത് പോയിട്ട് കണ്ട് അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെതാ ഇവിടുന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം ആൾക്കാർ വളരെ കുറവായിരുന്നു ആ ഒരു സ്ഥലത്ത്. ബട്ട് നമുക്ക് എല്ലാം മിറാക്കിൾ ഗാർഡൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും കാണാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ തന്നെ ഒരു ആനക്കുട്ടിയുണ്ട്. ആ ആനക്കുട്ടിയൊക്കെ അങ്ങനെ ലൈക്ക് ഒറിജിനലായിട്ട് തന്നെ തോന്നും. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവരവിടെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് പ്രിറ്റി ഗുഡ് ടു ബി ഹോണസ്റ്റ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഒരു കൊട്ടാരം മാതിരത്തെ സംഭവമുണ്ട്, അതും കാണാൻ കൊള്ളാം. എല്ലാം അടിപൊളി. നമ്മളവിടെ കുറേ സമയം നിന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല ക്ലൈമറ്റ്, ഞാൻ പറഞ്ഞില്ലേ നല്ല കാറ്റായിരുന്നു നമ്മളന്ന് പോയൊരു ദിവസം. പിന്നെ അങ്ങനെ കുറേ സമയം അവിടെ നോക്കിയെന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ടാണ് വേറെ സ്ഥലത്തേക്ക് പോയത്. പിന്നെ നല്ല രസം കാണാം. അപ്പം നമ്മൾ മിറാക്കിൾ ഗാർഡൻ കണ്ട് കുറച്ചെല്ലാം കഴിഞ്ഞല്ലേ, നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെ കുറേ സ്റ്റാളുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ വെച്ചാൽ ഫോട്ടോ എടുത്തു. പക്ഷെ നമ്മൾ ഫോട്ടോ നോക്കുമ്പോൾ തന്നെ കിട്ടും. ബട്ട് കിട്ടും, ഷുവറായിട്ടും കിട്ടും. കൊള്ളാം. ടൈം എത്ര? 6:30. നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ. നമ്മളെടുത്ത് ഫോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനിതിൽ കാണിച്ചു തരാം. എടാ ഇത് ആർക്കും ഇടാനല്ല. ഇത്രയും നല്ലൊരു അമ്മമ്മള്. മൈ മമ്മിജി ഹായ് പറ. അയ്യോ, അതുപോലെ എനിക്ക് ഇത്ര വരെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഫോണിൽ ചാർജ് കഴിഞ്ഞു. ഞാൻ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വിച്ച് ഓഫ് ആയത്. സോ ഇതാണ് ഞാൻ ലാസ്റ്റ് എടുത്ത കുറച്ച് ഫോട്ടോസ്. അവിടുന്ന് ഫോട്ടോ എടുത്തൊന്നും വരട്ടില്ലേ, അതാണ് ഇത്.